ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ ഒരു പ്ലംബിംഗ് വർക്കിൻ്റെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം പോരി. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഈ വീട്ടിൽ എഞ്ചിനീയർ ഇതിൻ്റെ ഡ്രോയിങ് കറക്റ്റായിട്ട് ഡ്രോയിങ് തന്നിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഒന്നും കൂടി നമുക്ക് സുഖമാണ്, കൺഫ്യൂഷനൊന്നുമില്ല. ക്ലയൻറ്റിനും അതുകൊണ്ടൊരു ചൊറയില്ല, അവർക്ക് ഇതിൽ തല കുഴഞ്ഞിങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഡ്രോയിങ് കാണിച്ചു തരാം. ഇതാണ് ഡ്രോയിങ്. ഓരോ ബാത്റൂമിനും ഓരോ അളവ് വരും, ഓരോ ബാത്റൂമിനും ഓരോ അളവ്. ഇതൊരു ബാത്റൂം, രണ്ടാമത്തെ ബാത്റൂം, മൂന്നാമത്തെ ബാത്റൂം, 4, 5, 6 ഇങ്ങനെ വീടിൻ്റെ ഓരോ ഏരിയകളാണ്. നമ്മൾ ഓരോ മാർക്കിങ്ങിനും ഓരോ കളർ ചോക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് ഫസ്റ്റ് ബാത്റൂം മാർക്ക് ചെയ്ത് ഇങ്ങനെ ഓരോന്നും മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മളിവിടെ ഈ കല്ല് കട്ട് ചെയ്തെടുക്കും. ഇവിടെ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഷാമ്പു ഐറ്റംസ് ഒക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൽ ചെയ്യും. നേരെ വന്നിട്ട് അടുത്ത് ഷവർ ഇതിൽ വരും. ഈ വാഴ 45 സെന്റി വിട്ടിട്ട് 56 സെന്റി വിട്ടിട്ട് HF വരും. HF ഹെൽത്ത് ക്ലോസറ്റ് വരും. അതിനുശേഷം ക്ലോസറ്റ് വരും, ഹാങ്ങിങ് ക്ലോസറ്റ് വരും. അതിനുശേഷം വാഷ് ബേസിൻ വരും. ഇതാണ് ഓരോ ഫിറ്റിങ്ങുകൾ വെക്കാനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നെ ഇവിടെ ഡ്രൈനേജ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡ്രൈനേജിൻ്റെ ഇവിടെ ഒരു പാർട്ടീഷൻ വരും, ഒരു ഡ്രൈനേജ് ഇവിടെയും വരും. ഇനി അടുത്ത നെക്സ്റ്റ് പരിപാടി തന്നെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യണം. ഈ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഹോറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും കട്ടിങ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞ് അതിന്റെ പ്ലംബിംഗ് കഴിഞ്ഞ് ഫ്ലോർ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ടൈലിന്റെ അളവും കൂടി കണ്ടിട്ട് വേണം ഈ കാണുന്ന അളവിലുള്ള മെഷർമെന്റുകൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഓരോ പോയിന്റുകൾ കൊടുക്കാൻ. അപ്പൊ അത് പണി സെറ്റാവും.